അനീഷ് ഉപാസനയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ഭയങ്കര ഇഷ്ടമായി ഫ്ലാറ്റ്. ഈ ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ അത്യാവശ്യം മുടക്കുമുതൽ ഉണ്ടാവും. ബാറൂസ് ഇവിടം വരെ എത്തി. എല്ലാരും പറയുന്ന കാര്യം ഇത് പിന്നെ ഞങ്ങൾ എവിടെ പോയി ചോദിക്കുന്നു. ഗ്രീഷ്മ പുത്തഞ്ചേരിയുടെ മക്കൾ എന്റെ അടുത്ത സുഹൃത്തുക്കൾ, അവരെന്റെ പടത്തിലാണ് ആദ്യമായിട്ട് പാട്ട് എഴുതുന്നത്. അപ്പൊ അവർക്ക് ഞാനാണ് ധൈര്യം കൊടുക്കുന്നത് ഒരു പാട്ട് എഴുതുന്നത്. എനിക്ക് വരികൾ കിട്ടാതെ ആകുമ്പോൾ ഞാൻ അച്ഛന്റെ മുറിയിലേക്കൊന്ന് കയറും. ഇതിന് കയറിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഈ പാട്ട് മേ ബി നീ എഴുതണ്ടെന്നായിരിക്കാന്ന് പറഞ്ഞു. കിളിച്ചുണ്ട് മാമ്പഴത്തിന്റെ ഫൈറ്റ് സീക്വൻസ് എടുക്കുന്ന സമയത്താണ് മണ്ണിൽ പേനഞ്ഞിട്ട് ഇങ്ങനെ നിവർന്നു നിൽക്കുന്ന ഒരാളായിട്ടാണ് മുഖത്തേക്ക് നോക്കി ഞാൻ കൈവിരലൊക്കെയാണ് നോക്കിയത്. സിനിമയെ കണ്ട പോലെ തന്നെ ഉണ്ടല്ലോ വിരല്. ഇവരുടെ പേര് പോലും സോൾ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മനപ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പോയിരിക്കുന്ന ഇവരെടുത്താണ്. ഞാൻ ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്. അങ്ങനെ സ്വപ്നം കണ്ടതാണ് ഈ ജാനകി ജാനകി. അനാർക്കലി എന്നോട് ചോദിച്ചു ഞാൻ ഇതാണല്ലേ. അനാർക്കലിക്ക് അറിയില്ല, അവിടെ വോയിസ് ഓവർ ഇല്ലല്ലോ. ഷറഫുദ്ദീൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ശരിക്കും ആ ബാക്ക് സ്റ്റോറി അതായിരുന്നില്ല. ഷൂട്ടിംഗ് കഴിയുന്ന സമയത്ത് ഒരാൾ എന്നെ വിളിക്കുകയുണ്ടായി. ചേട്ടൻ സിനിമയുടെ കഥയൊന്നും പറയുക ചോദിച്ചു. ഞാൻ എഴുതിയ കഥയും ചേട്ടൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥയും ഓൾമോസ്റ്റ് സെയിം ആണോ, ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അയാൾ കഥ പറഞ്ഞത് ജാനകിയുടെ ഒരു മെയിൽ വെർഷനാണ്. അനീഷ് ഉപാസനയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. അനീഷ് നമുക്ക് വേണ്ടിയിട്ട് ഇതേ കട്ടൻ ചായ ഉണ്ടാക്കാനുള്ള സാഹസത്തിലാണ്. ക്ലിക്ക് മാത്രമല്ല കുക്കിങ്ങും പറ്റും എന്നുള്ളതാണ് അനീഷ് പറയാൻ ശ്രമിക്കുന്നത്. പറ്റുമോ? ഇത് സാധിക്കുന്ന കാര്യമാണോ? നടക്കുമായിരിക്കും. ക്ലൈമാക്സ് നോക്കാം. അനീഷ് ശരിക്കും ഈ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്നല്ലേ ഉള്ളൂ, മറ്റാർക്കും കൊടുക്കാറ് അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ അത്യാവശ്യം വന്നു പോകും. ഇടയ്ക്ക് സൈജുട്ടനാണ്, ഇടയ്ക്ക് സൈജു കുറുപ്പാണ് ഇടയ്ക്ക് വരാറ്. പിന്നെ എന്താ കുറച്ച് ഇങ്ങോട്ട് വരുന്നതിന്റെ ഗുട്ടൻസ് എന്താണ്? ഭയങ്കര ഇഷ്ടമായി ഫ്ലാറ്റ്. ഈ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഞാൻ നോക്കി ഈ ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ അത്യാവശ്യം മുടക്കുമുതൽ ഉണ്ടാവും. ഞാൻ ആദ്യം വന്നപ്പോ എന്താണെന്ന് അറിയാമോ, ഈ ഇന്റീരിയറിൽ ഇത്രയും സാധനം നിറയ്ക്കണമെങ്കിൽ എത്ര രൂപയായിരിക്കും എന്നാണ് ആലോചിച്ചത്. നല്ല ക്വാളിറ്റി. ഞാൻ ബേസിക് ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് കുറച്ച് ഈ കളറും അങ്ങനത്തെ പരിപാടിയൊക്കെ കുറച്ചും കൂടെ നോക്കിയിട്ടാണ് ചെയ്തത്. അതെ അതെ, എല്ലാ കളറ് നമുക്ക് മൊത്തത്തിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഒരു മാച്ചിങ് ഫീലും. എന്നാൽ ചില സെപ്പറേഷൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ കൊണ്ടുവരും. അപ്പോഴേക്കും ഏകദേശം ഒതുക്കി ഇത്രയൊക്കെ മാച്ച് ചെയ്താൽ മതി. ഞാനൊന്ന് കണ്ട ഭാഗത്ത് അകത്ത് റൂമിലൊക്കെ പോയപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് പറയാന്ന് വിചാരിച്ചത്. പക്ഷെ എങ്കിലും അതിനകത്ത് സ്വന്തം പടങ്ങളുടെ മാത്രം പോസ്റ്റർ 4 എണ്ണം ചെയ്തിട്ട് ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ട്. ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാലും ഈ സ്നേഹം ഇതേപോലെ തന്നെ ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടുണ്ട്. എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ളതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ടർ ആവുക എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ ചെയ്ത 4 സിനിമകൾ, ഞാൻ ചേർത്ത് വെച്ച 4 സിനിമകളും 4 കഥകളൊക്കെ ആയിരിക്കുമല്ലോ. ഇനി സിനിമകൾ വരും, ഇനി ചുമരിൽ ചിത്രങ്ങൾ വരും. അത് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ആ ചുമര് നിറയണം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ആദ്യം ചോദിക്കേണ്ട സാധനം എന്ന് പറയുന്നത്, ബാറൂസ് ഇവിടം വരെ എത്തി, എന്താണ് അതിന്റെ വിശേഷം? എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള അനീഷിന്റെ അടുത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയായിരിക്കും. എല്ലാരും പറയുന്ന കാര്യം ഇത് പിന്നെ ഞങ്ങൾ എവിടെ പോയി ചോദിക്കുന്ന. വലിയ തിരക്കുള്ള ആളും ഇവിടെ ഇല്ലാത്ത ഒരാളെ ഇപ്പോഴും കിട്ടാത്ത ഒരാളാണ്. ബറോസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു റിലീസ് കുറച്ചും കൂടെ ഒന്ന് പുഷ് ചെയ്തല്ലോ. അപ്പൊ വീണ്ടും ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ തീർത്തിപ്പോ പ്രിവ്യൂ കഴിഞ്ഞു ബോംബെയില്. അപ്പൊ എന്നെ ഡയറക്ടർ സന്തോഷ് രാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടെൻഷനും വേണ്ട, ഗംഭീരമായി വന്നിട്ടുണ്ട്. നമുക്ക് അത്രയും അടുപ്പുള്ള ഒരാളുടെ സിനിമ കൂടിയാണ്. മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ ലാൽ സാർ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് എന്റെ സിനിമ ഇറങ്ങിയതിനേക്കാളും ടെൻഷൻ ഉണ്ടോന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ലാൽ സാറിന്റെ പടം അത് നല്ല സിനിമയായിരിക്കും. കാരണം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ നല്ല ഡയറക്ടർ ചെയ്ത സിനിമയായിട്ട് തന്നെ അത് തോന്നുന്നു. ഇപ്പൊ ശരിക്കും നടക്കുന്നത് മിനുക്ക് പണികളാണ്. സാർ അതിങ്ങനെ നോക്കി ഇനി അവിടെ ഒന്ന് മിനിക്കാം, ഇവിടെ ഒന്ന് മിനിക്കാം എന്ന് തീരുമാനിച്ച്. ലാലേട്ടന്റെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട്? 100%. ഒരു സാറിന് അങ്ങനെ ഒരു ടെൻഷൻ എടുത്ത് വെക്കുന്ന ഒരാളല്ല. ഇപ്പൊ സാർ നല്ല ആക്ടർ എന്നുള്ള നിലയിൽ എല്ലാവർക്കും അറിയാം, ലോകം മുഴുവനും അറിയാം നല്ല നടനാണെന്നുള്ളത്. എനിക്ക് കൂടുതൽ എനിക്കും ഇഷ്ടമാണ് നല്ല ആക്ടർ എന്നുള്ളത്. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം ഉണ്ട്. അത് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് കൂടിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ, എനിക്ക് ഒരു സമയം കിട്ടിയാൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ മാക്സിമം സമയം ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഫോട്ടോ എടുക്കാൻ എന്നുള്ളത് മാത്രമല്ല, ഞാൻ ചിലപ്പോ സാറിന് കുട ചൂടി കൊടുത്തിട്ടുണ്ട്, കാരവന്റെ ഡോർ തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്.
അതെന്നെ കുറെ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ പോലും കുറെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രശ്നത്തെ എങ്ങനെ അദ്ദേഹം നോക്കിക്കാണുന്നു എന്നുള്ളത് അത് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. മറ്റൊരാൾക്ക് അത് എത്രത്തോളം എനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ പോയി കാവല് നിൽക്കും. ഈ സിനിമകളൊക്കെ റിലീസ് ആകുമ്പോഴും സക്സസ് ആകുമ്പോഴും വേണ്ടത്ര വിജയിക്കാതെ വരുമ്പോഴും ഒക്കെ സാറിന്റെ റിയാക്ഷനെ കുറിച്ച് അനീഷ് പറഞ്ഞല്ലോ, അതെങ്ങനെ സാർ പറയുന്നതെന്ന് കാണിക്കോ? ഇപ്പൊ നമ്മള് ഇപ്പൊ പുലിമുരുകൻ എന്ന് പറഞ്ഞ അത് ആ ഒരു സിനിമ ഭയങ്കര വിജയം നേടിയൊരു സിനിമ. അപ്പം സാറേ പുലിമുരുകൻ നന്നായിട്ട് വർക്കായി, ആണോ സന്തോഷം എന്ന് പറയും. സാറേ മറ്റേ പടം അത്ര വർക്കായില്ല, എന്ത് ചെയ്യാൻ പറ്റും, അത് പോയില്ലേ, അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അനീഷ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ഒന്ന് ഷോൾഡർ ചെയ്ത് കൊണ്ടു കിടക്കില്ല. അത് വിജയമാണെങ്കിലും ശരി, പരാജയമാണെങ്കിലും അടുത്തതിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തില് കല്യാണത്തിന്റെ ഡേറ്റ് നോക്കുമ്പോൾ അനീഷ് ഉപാസനയുടെ ഡേറ്റ് ആണ് ആദ്യം നോക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? ഞാൻ കല്യാണങ്ങൾ എടുത്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് എന്നെ വെയിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലായിടത്തും എത്താൻ പറ്റാത്തൊരു പ്രശ്നമൊക്കെ വരായിരുന്നു. ഇപ്പൊ അങ്ങനെ വെഡിങ് ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാം. മുഹൂർത്തം നോക്കുമ്പോ അനീഷ് ഉപാസനയുടെ ഡേറ്റ് നോക്കിയിട്ട് മുഹൂർത്തം നോക്കിയാൽ മതി എന്നാ കുറച്ച് പേരൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ഭയങ്കര സംഭവം അങ്ങനെയല്ല, കുറച്ച് പേരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അനീഷ് ഫ്രീ ആണോ അല്ലെങ്കിൽ മറ്റൊരു മുഹൂർത്തത്തിലേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞു എന്നെ നോക്കല്ലേ, നല്ല മുഹൂർത്തം നോക്കി നന്നായി കെട്ടിച്ചുവിടുന്ന. അത് നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ്, അത് കോൺസെപ്റ്റ് വർക്ക് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ചെയ്യാറുള്ളൂ, വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഒന്നും ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് അത് ചെയ്യാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അനീഷ് ഷുഗർ ഉപയോഗിക്കില്ല കേട്ടോ, അത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഓ അടിപൊളി. അതല്ലേ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കണ്ടേ ആദ്യം, പിന്നെയല്ലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ, ഒരു വിരലിനുള്ള ആരോഗ്യം മതി എന്നാൽ പോലും. ശരിക്കും ഡയറക്ഷനിലേക്ക് തിരിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത് നമ്മളിപ്പോ വേറൊരു ജോലിയാണല്ലോ അത്. ആക്ച്വലി ക്യാമറ ഒക്കെ അതിനകത്തുണ്ടെങ്കിലും ഈ പണി വേറെ ആണല്ലോ. അപ്പൊ ആ പണിയിലേക്ക് വരുമ്പോ എന്തായിരുന്നു ഡിഫിക്കൽട്ടീസ്? അല്ല, ഒരു ഫോട്ടോഗ്രാഫർക്ക് ആദ്യം വേണ്ട ഒരു ഫ്രെയിം സെൻസും കളർ സെൻസും ഒക്കെയാണ്. അത് ആ ഫോട്ടോഗ്രാഫിൽ നിന്നപ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു രീതിയാണ്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ എങ്ങനെ എടുക്കണം എന്ന് ഞാൻ തീരുമാനിക്കുമല്ലോ, എങ്ങനെ കാണണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ എൻ്റെ അടുത്ത്. അത് വെച്ചും പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ പുറകിൽ ക്യാമറയായിട്ട് നിന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈവൻ ബ്രീൻ സാറാണെങ്കിൽ സത്യനന്ദിക്ക് അടച്ച, അപ്പൊ ഇവരൊക്കെ കൂടെ നിന്നിട്ട് ഈ മോണിറ്ററിൽ ഇത് കണ്ടിട്ടും അല്ലാതെയും ഇവർ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഒരുപാട് അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസാണ്. ഏത് അസിസ്റ്റന്റ് ഡയറക്ടർക്കും ഒരു ഡയറക്ടർ കൂടി 2 ഡയറക്ടർ കൂടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ബാക്കിലുണ്ട്. ഈ ക്യാമറ ഉള്ളപ്പോൾ എപ്പോഴായാലും നമുക്ക് എങ്ങോട്ടും കയറി ചെല്ലാനുള്ള ഒരു അനുവാദം കൂടിയായിരുന്നു ക്യാമറ എന്ന് പറയുന്നത്. മാറ്റിനിയില് ആനന്ദ് ആനന്ദ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ വന്നത് അത് ശരിക്കും എങ്ങനെയാ? അത് പ്രൊഡക്ഷൻ സൈഡാണ്. അവർ AOPL എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അവർക്ക് ബോംബെ ബേസ്ഡ് കമ്പനിയാണ് അവർ. അപ്പൊ എനിക്ക് ഇവിടെ ചെയ്തിട്ട് അത് വർക്കായില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു പാട്ട് എനിക്ക് ലഭിക്കുന്നതേ ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ പുള്ളി പറഞ്ഞു എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ അനീഷ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരിലേക്ക് പോകുന്നതും. പുള്ളിയാണ് എനിക്ക് ഒരു ട്രാക്ക് അങ്ങനെ ഒരു സാധനം ജസ്റ്റ് കീബോർഡിൽ വായിച്ചിട്ട് പുള്ളി എനിക്ക് അയച്ചു തന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ ലിറിക്സ് ഇല്ലാണ്ടാണല്ലോ, ഒരു ബേസിക് ടോണല്ലേ വരിക. അപ്പൊ ഞാൻ ഇതിന്റെ ടെമ്പോ നല്ല രസമുണ്ട്, ഇത് കൊള്ളാം, ഇത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇനി നമുക്കത് ചെയ്തു തരും, ഒന്നും കൂടെ അടുത്ത സ്റ്റെപ്പ് ചെയ്തിട്ട് അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ക്ലോസ് ആവുന്ന കുഴപ്പമില്ല. അങ്ങനെയാണ് അവരത് ചെയ്തു തന്നത്. അതിൽ നമ്മൾ അതിന് ലിറിക്സ് എഴുതാൻ വിനു കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള ഒരാൾ. അപ്പം ഞാൻ ആദ്യം ഗിരീഷ് പത്തഞ്ചേരിയുടെ മക്കൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. അപ്പം അവരെൻ്റെ പടത്തിലാണ് ആദ്യമായിട്ട് പാട്ട് എഴുതുന്നത്. ദിനാദ് പത്തഞ്ചേരി മാറ്റ്നിയിൽ ആദ്യം എഴുതി. പിന്നെ ജിതിനുണ്ട്, ജിത്തു വിളിക്കുന്നത്. അപ്പോൾ ആൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അതിൽ. അപ്പോൾ അവർക്ക് ഞാനാണ് ധൈര്യം കൊടുക്കുന്നത് ഒരു പാട്ട് എഴുതുമെന്ന് പറഞ്ഞിട്ട്. വേറൊരു പാട്ടാണ്, കാവ്യ പാടിയൊരു പാട്ടാണ് ദിനാദ് എഴുതിയത്. അപ്പോൾ ഈ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുകയാണ് ദിനാദിന് എഴുതുക. അപ്പം ചേട്ടാ ഇങ്ങനത്തെ വരികൾ എഴുതി എനിക്ക് ശീലമില്ല, അപ്പം ഇത് ലോക്കൽ ലൈൻസ് എന്നല്ല, പക്ഷെ എനിക്ക് ഞാനിങ്ങനെ എഴുതണ്ട. അപ്പൊ എനിക്ക് വേണ്ടി അതൊരു ഐറ്റം സോങ്ങും അയലത്തെ വീട്ടിലെ കല്യാണച്ചക്കര എന്നൊക്കെ പറയുമ്പോൾ
എനിക്ക് അതല്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, മനസ്സിലായി. സിറ്റുവേഷനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സിറ്റുവേഷൻ ആയിരുന്നാണ് എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് വരികൾ കിട്ടാതെ ആകുമ്പോൾ ഞാൻ അച്ഛൻ്റെ മുറിയിലേക്കൊന്ന് കയറും. പക്ഷെ ഇതിന് കയറിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഈ പാട്ട് മേ ബി നീ എഴുതണ്ടെന്നായിരിക്കാന്ന് പറഞ്ഞു. ഞാൻ ശരി വാവേന്ന് വിളിക്കാം, അത് കുഴപ്പമില്ലടോ, നമുക്ക് വേറെ നോക്കാം. അങ്ങനെയാണ് വിനു കൃഷ്ണൻ എഴുതുന്ന അയലത്തെ വീട്ടിലെ കല്യാണിച്ചക്കൻ എന്ന് പറഞ്ഞിട്ട്. മൈഥിലിയുടെ ശബ്ദത്തിലും നമ്മൾ കേൾക്കുന്നുണ്ട്, പിന്നെ രശ്മി പാടിയിട്ടുണ്ട്. ആ ലിറിക്സ് എഴുതി കഴിഞ്ഞ് രശ്മി ഒരു സിനിമയ്ക്ക് പാടാൻ വേണ്ടി വിളിക്കുന്നു. അവർ വരുന്നു, അവർ ലിറിക്സ് വായിച്ചിട്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി. എന്താ അതിന്റെ വരികളൊക്കെ എങ്ങനെ ഇരിക്കുന്നു, കാരണം അവർക്ക് പടത്തെക്കുറിച്ച് അങ്ങനെ അറിയില്ലല്ലോ. സിനിമയുടെ കഥയൊന്നും ഒരു സിംഗർ കേൾക്കാറുമില്ല, കേൾക്കേണ്ട ആവശ്യം അങ്ങനെ അവർക്ക് വരാറില്ല തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല ഈ സിനിമയുടെ കഥ എന്താണ്. അപ്പൊ അങ്ങനെ അത് പാടാൻ വേണ്ടി രശ്മിക്ക് ആ വരികൾ, അവർ പെട്ടെന്ന് വരികൾ കിട്ടിയപ്പോൾ അവര് അതാരാ, അപ്പൊ എന്നെ പേഴ്സണലി അറിയോ അങ്ങനെ ഒന്നുമില്ല അന്ന്, ഇതാരെങ്ങനെയൊക്കെ എഴുതിയിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത് അയലത്തെ വീട്ടിലെ കല്യാണ ചെക്കനെ കൊതിയോടെ ഞാനൊന്നും നോക്കിയില്ലേ, ഈ കല്യാണ ചെക്കൻ ഇയാളുടെ തന്നെ ചെക്കനാണോ അതെ വേറെ ചെക്കനാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് പാട്ടിൽ കേൾക്കുമ്പോൾ നമുക്ക് വിഷയമല്ല, ഇത് വരി എടുത്ത് എന്താണിത് ആ രീതിയിൽ. അപ്പൊ അതവർക്ക് വലിയ ബുദ്ധിമുട്ടായി. അപ്പൊ അവര് പറഞ്ഞു ഞാൻ ട്രാക്ക് പാടാം, എന്തായാലും ഞാൻ വന്നതല്ലേ ട്രാക്ക് പാടിയിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഞാനില്ല അവിടെ. ഇവരെ ട്രാക്ക് പാടി അവർ പോയി. ഞാനിത് കേട്ട് ഞാൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പം ലൊക്കേഷനിൽ ഞാൻ എൻ്റെ കാറിൽ ഈ പാട്ട് ഇട്ടിട്ട് അങ്ങ് ഓൺ ചെയ്തിട്ട് വോളിയത്തിലിട്ട് ഞാനിങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ യൂണിറ്റുകാരൊക്കെ ഇങ്ങനെ ഈ വണ്ടിക്ക് അടുത്തേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇത് ഏത് പടത്തിലെ പാട്ടാണ്, ഭയങ്കര രസമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലേറ്റ് കൊണ്ട് പോകണമെന്നൊക്കെ ചെറിയ ഡാൻസ് മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടൊക്കെ പോകുന്നു. അപ്പോഴും എനിക്കറിയാം ഇത് വർക്കാവുന്നു. അങ്ങനെ ഫൈനലി ഒരു പാടില്ല, ട്രാക്ക് പാടാൻ വന്നാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ നമ്പർ എടുത്ത് ഞാൻ അവരോട് സംസാരിച്ചു, രശ്മി അത് ഒന്ന് നോക്കൂ, അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ. എനിക്ക് പാട്ട് നല്ലതായിരിക്കാം, പക്ഷെ അങ്ങനത്തെ വരികൾ അതെന്തെങ്കിലും ഞാൻ വരി മാറ്റാൻ പറ്റില്ല. രശ്മി പാടിയ അത് ഇതിലും ബെറ്റർ ആവുമെന്ന് എനിക്കറിയാം. ഇപ്പൊ ട്രാക്കല്ലേ പാടിയത്, രശ്മി അത് പാടി. ഞാനൊരു സിംഗറല്ല, ഞാനത് പാടണമല്ലോ എന്ന് പറഞ്ഞാൽ അവരത് പാടി. സിനിമയുടെ കഥ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ അവരത് പാടി. അങ്ങനെയാണ് ആ പാട്ട് ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടത് ആളുകളുടെ ഇടയിലേക്ക്. അത് ഭയങ്കരമായിട്ട് റീച്ച് ചെയ്ത് സോങ് ആയിരുന്നു. ശരിക്കും അത് മോഹമുന്തിരിയുമായിട്ട്, ഗോപിസുന്ദറിന് മോഹമുന്തിരിയായിട്ട് ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സോങ് ആണ്. അത് അടിപൊളിയായിട്ടുണ്ട്. മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ വശത്ത് പിയാനോ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ച കുറച്ച് കർണാട്ടിക് മ്യൂസിക് കുറച്ചൊരു 2-3 വർഷം. എളിമ വേണ്ട, വായിക്കാം. ചെറുതായിരിക്കും കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ബലത്തിൽ വായിക്കാൻ പോകുന്നതാണ്. ഒരു സാധനം വായിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ളത് നമ്മൾ നിശ്ചയിക്കും. പ്രത്യേകിച്ച് നിങ്ങളെടുത്ത് നിങ്ങളിപ്പോ മ്യൂസിക് ഡയറക്ടേഴ്സിനെക്കാളും ക്വാളിറ്റി നിങ്ങൾക്ക് ഞാൻ കണ്ടെടുത്തോളാം. കാരണം ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടപ്പോ ശരിക്കും എന്റെ കിളി പറയിപ്പോയി. ഭയങ്കര രസമായിട്ട് നിങ്ങൾ ചോദിച്ചത്, രസമായിട്ടാണ് അദ്ദേഹം മറുപടി. അപ്പൊ നിങ്ങൾക്ക് മ്യൂസിക്കിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട്, അതുകൊണ്ടാണ് ഈ വിരൽ കിടന്ന് വരയ്ക്കുന്നത്. ഇല്ല ഇല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. നിങ്ങളിപ്പോ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയാൻ ഞാൻ പിന്നെ സർവജ്ഞപീഠം കയറിയത് ഞാൻ എനിക്ക് അറിവുണ്ടല്ലോ. അല്ല, എന്താണിത്, അനീഷ് ഇപ്പോൾ എങ്ങനെയാണ്, അനീഷ് ഒരു സാധനം ഇപ്പോൾ അനീഷ് ഫോട്ടോഗ്രാഫി ആയിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഡയറക്ഷനിലേക്ക് പോയപ്പോൾ ഡയറക്ഷൻ ഒബ്സർവ് ചെയ്ത് കണ്ടുപഠിച്ചില്ലേ. അപ്പോഴും അനീഷ് ഡയറക്ടർ ആകുമ്പോഴാണല്ലോ ശരിക്കും ക്രൈസിസ് മനസ്സിലാക്കിയത്. ഞാനായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ക്രൈസിസ് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ പുറത്ത് നിൽക്കുമ്പോൾ നമുക്കതൊക്കെ ചെയ്യാമെന്നൊക്കെ തോന്നും. നമ്മളൊരു മിമിക്രി പോലെ അങ്ങനെ അനുകരിക്കും. ഇത് ഞാൻ തന്നെ വായിച്ച് ഞാൻ തന്നെ കൈയടിക്കുന്ന പരിപാടിയാണ്. ഇന്ന് ഞങ്ങളുണ്ട് കൈയടിക്കാൻ. ഇത്രയൊക്കെ പഠിച്ചില്ലേ? അല്ലാതെ നമുക്ക് ഈ മ്യൂസിക്കിനോട് സംഗീതത്തോട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ
അങ്ങനെ ഇപ്പൊ ബേസിക് കർണാട്ടിക് മ്യൂസിക് കുറച്ച് പഠിച്ചത് കൊണ്ട് നമ്മളിപ്പോ ഇത് ഞെക്കി വരും ഒരു ഐഡിയ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത്. ഗുരു സ്വന്തം ഗുരുവാണ്, അല്ല സ്വയം ഗുരു. സിനിമയിലും ഫോട്ടോഗ്രാഫിയിലും എല്ലാത്തിലും ഞാൻ തന്നെ എൻ്റെ ഗുരു. അടിപൊളി. 1 മുതൽ 0 വരെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് എനിക്ക്. ഭയങ്കര ഹോണ്ട് ചെയ്യുന്ന, ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് ആ പെൺകുട്ടി കാത്തിരിക്കുന്നതും മോഹൻ സിതാര സാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതില് ഈ കീബോർഡിലൊക്കെ വായിക്കാനും വായിച്ചാൽ കുറച്ച് കേൾക്കാനും വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയാണ് ഇതൊക്കെ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വായിക്കാൻ പോലും അങ്ങനെ. അതടിപൊളി. ഒറ്റയ്ക്കിരിക്കുന്നതിൽ എന്തോ ഒരു ഹരം ഉണ്ടല്ലേ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് വലിയ ഇഷ്ടമാണോ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത്? അത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഓ, ഇത് എല്ലാം ലാൽ സാറുമായിട്ടുള്ളതാണോ? ഈ റോ ഫുൾ ലാൽ സാറാണ്. ഈ റോ കംപ്ലീറ്റ് ലാൽ സാറുമായിട്ടുള്ള മൊമെന്റ്സ് ആണ്. ആ, ഇത് ഫസ്റ്റ് കാണുന്നത്, സെക്കൻഡ് കാണുന്നത് ഇതൊരു ഫോട്ടോഷൂട്ട് നടന്നതാണ് ലാൽ സാറിന്. ഇത് കുറച്ച് വൈറലായിരുന്നു ഈ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ. എനിക്കൊന്നൊരു 3 hours അത്യാവശ്യം കുറച്ച് അധികം ഹോർഡിങ്ങിലും ഒക്കെ വന്ന ഫോട്ടോഗ്രാഫ്സ് ആണത്. ഇത് സാറിൻ്റെ ഹൗസ് വാമിങ്ങാണ്. നമ്മുടെ ഒരു വീട് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ഡ്യൂപ്ലെക്സിന്റെ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. രാവിലെ 4 മണി 4 സമയത്തായിരുന്നു ഹൗസ് വാമിങ് പരിപാടികൾ. അപ്പോൾ എടുത്താണ്. ഇത് സ്വയംവര സിൽക്സിന്റെ ഇനോഗ്രേഷൻ ആണ്. ഞാനാണ് സാറിനെ അന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ ബർത്ത്ഡേ, ഇത് മുരളിയേട്ടനാണ് ലാൽ സാറിൻ്റെ കോസ്റ്റ്യൂമറാണ്. അപ്പോൾ മുരളിയേട്ടൻ സാറിനോട് പറഞ്ഞു അനീഷിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് വേറെ ഏതോ ഷൂട്ടാണ്, ഞാൻ സാറിനെ മറ്റെന്തോ ആവശ്യമായിട്ട് കാണാൻ പോയതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാറ് വിളിക്കുന്നുണ്ട്, ഇപ്പോൾ പോവല്ലേ പറഞ്ഞു. അപ്പം ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അകത്തേക്ക് വിളിച്ചിട്ട് സാറപ്പോഴേക്ക് ഇത് അറേഞ്ച് ചെയ്തിട്ട് ബർത്ത്ഡേ ആയിട്ട് പറയാതെ പോവുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ. ഇതും ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത്, ഇതും ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ. ഇത് ഷാജി കലാസ് ഡയറക്റ്റ് ചെയ്ത മൂവി അലോൺ എന്ന് പറഞ്ഞ മൂവി, അതിൻ്റെ ഇതാണ്. ഇത് സാറിൻ്റെ പടം ബറോസ്, ടി.കെ. രാജീവ് കുമാറാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ചെന്നൈയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ളതാണ്. ഇത് കാണ്ഡഹാർ എന്ന് പറഞ്ഞ മൂവി, മേജർ രവി ഡയറക്റ്റ് ചെയ്ത മൂവി. ആ സമയത്ത് അന്നത്തെ കോലം എത്രയായിരുന്നു അനീഷിന് പ്രായം? 27, 28 ആ സമയത്ത് ആയിരിക്കാം. ശരിക്കും കിളിച്ചൂണ്ടൻ മാമ്പഴത്തിലാണ് സാറിനെ കാണുന്നത് അല്ലേ? കിളിച്ചൂണ്ടൻ മാമ്പഴത്തിൻ്റെ ഫൈറ്റ് സീക്വൻസ് എടുക്കുന്ന സമയത്താണ് സാറിനെ ഞാൻ കാണുന്ന. ഇങ്ങനെ മണ്ണിൽ പേനഞ്ഞിട്ട് ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന ഒരാളായിട്ടാണ് സിനിമയിൽ കാണുന്ന പോലൊരു വിഷയമാണ്. ഞാനിങ്ങനെ നോക്കി മുഖത്തേക്ക് നോക്കി, ഞാൻ കൈവിരലൊക്കെയാണ് നോക്കിയത്. സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഉണ്ടല്ലോ വിരൽ എന്ന്. ഞാൻ സാറിൻ്റെ വിരലുകൾ മാത്രം വെച്ചൊരു വീഡിയോ ഒക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതൊരു ഭയങ്കര ക്യൂട്ട്നെസ്സാണ്, വിരലുകളൊക്കെ കുഞ്ഞി ആൾക്കാർ വിരൽ പോലെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ സാറിൻ്റെ ഇങ്ങനെ അനീഷ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിരലാണ് ആദ്യം ശ്രദ്ധിച്ചത്. അതെ അതെ, വിരലാണ് ആദ്യം ശ്രദ്ധിച്ചത്. അത് അടിപൊളി. ഈ ഇവിടെ നിൽക്കുന്ന ബാക്കി ഇതെന്റെ സ്കൂൾ ഫോട്ടോ ആണ്. ഇത് അപ്പൊ ഇന്ന് ക്രോപ്പ് ചെയ്ത് വെച്ചതാണ്. ഞാനാണ് ഇന്ന് അടുത്ത് ജുബ്ബ കിട്ടിയിരിക്കുന്നത്. അടിപൊളി. ഇത് എന്റെ ചേട്ടൻ, ഇത് അമ്മമ്മ ഇപ്പൊ ഇല്ല, അമ്മേൻ്റെ ഞങ്ങൾ മുന്നിട്ട് പഴയതാണ്. ഇതെന്റെ കൂട്ടുകാരിയാണ് ലക്ഷ്മിക സജീവൻ, അവരിപ്പോ ഇല്ല, മരിച്ചു പോയ. ഒരു ദുബായിൽ വെച്ചിട്ട് അറ്റാക്ക് വന്നിട്ട്. ഇതെന്റെ പഴയകാല ചിത്രം. ഇത് ഞാൻ എൻ്റെ കൂടെ +2 പഠിച്ചതാണ്. അപ്പം ഇവർക്ക് അച്ഛനും ഇല്ല അമ്മയില്ല, മരണപ്പെട്ടു പോയി. അപ്പോൾ ഞാനാണ് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് ഇത്. നമ്മളെ ഭയങ്കര പേഴ്സണലായിട്ട് ഇവർക്ക് നടക്കാൻ കഴിയില്ല. അപ്പം പിന്നെ ഒരു സെർവൻറ്റിനെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ അടുത്താണ് അവർ താമസിക്കുന്നത്. ഒരു കാര്യങ്ങളൊക്കെ ഒരു 6-8 വർഷമൊക്കെ ആയിട്ട് ഞാൻ നോക്കുന്നു. അങ്ങനെ ഒരു മനസ്സും കൂടെ ഉണ്ട് അനീഷിന്. ഇത് ഇതുവരെ പുറത്തു വിടാത്തൊരു കാര്യമാണ്. ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അത് അവർക്കും അത് അത്ര ഓക്കെ. കാരണം കൂടെ പഠിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം പക്ഷെ ഞാൻ ഇടയ്ക്ക് കാണാനും പോകും. ഈ ഹൗസ് വാമിങ്ങിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു വേറെ ആൾ വഴി. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ഒരു അസുഖമുണ്ട്. അപ്പോൾ ബോഡിക്ക് വെയിറ്റ് കൂടിപ്പോയി, ഒട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പം കൂടെ പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ അപ്പം ഞാൻ ഇവരുടെ പേര് പോലും സോൾ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മനപ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പോയിരിക്കുന്ന ഇവരെടുത്താണ്. അപ്പം ഈ കോവിഡ് സമയത്തൊക്കെ ഈ 1-2 വർഷം നമ്മളെല്ലാവരും വീട്ടിൻ്റെ അകത്തായ സമയത്ത് ഞാൻ അവിടെ പോയിട്ട് ഞാൻ മുന്നിട്ട് ഭയങ്കരമായിട്ട് പെട്ടുപോയി. അനങ്ങാൻ പറ്റുക, പുറത്തൊന്നും പോകാൻ പറ്റാണ്ട്
അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാ സമയത്തും ലോക്ക്ഡൗൺ ആണല്ലോ ഇവർക്ക്, പുറത്തിറങ്ങാനോ ഒന്നിനും കഴിയാത്തൊരു അവസ്ഥയിലല്ലേ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരാള്. നന്നായി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഞാനും ബ്രദറുമാണ്. ആ, ഏത് പ്രായത്തിൽ? എനിക്ക് തോന്നുന്നു 7-8 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സിൻ്റെ ഉള്ളിൽ ഉള്ളതാണ്. നാട്ടിലാണ്, ശരിക്കും നാട് നീലഗിരിയിലാണ്. ഇത് മുഖത്ത് പൗഡറൊക്കെ ഇട്ടിരിക്കും. പൗഡറൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മുഖം, പക്ഷെ കൈയും കാലൊന്നും കഴിയില്ല. മുഖത്ത് പൗഡറൊക്കെ ഇട്ടിട്ട് കൊണ്ടു നിർത്തിയതാണ്. അത് അടിപൊളിയല്ലേ? ഓരോരുത്തരും എനിക്ക് വരച്ച് തരുന്നതൊക്കെയാണ്, കുറേ ഉണ്ട്. അത് മോളാണ് ആവണി. ആവണി ഇപ്പോൾ ആക്ട്രസ്സാണ്, കുറച്ച് സിനിമകളൊക്കെ ARMലൊക്കെ അഭിനയിച്ചിരിക്കുന്നത് മകളാണ്. പിന്നെ ഫിനിക്സ് എന്ന് പറഞ്ഞ പടത്തിൽ കുറച്ച് സിനിമകളിലൊക്കെ ഫിനിക്സിൽ ചെയ്തിട്ടുണ്ടല്ലേ? അജുവിൻ്റെ മനസ്സിലായി. പേടിപ്പെടുത്തുന്ന സിനിമ, അതെ. മിഥുന്റെ പേടിപ്പിക്കൽ പരിപാടിയായിരുന്നു. നേരത്തെ നമ്മൾ ഈ റൂമിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അനീഷ്. കാരണം എന്താ വെച്ചാൽ അനീഷിന്റെ 4 പടങ്ങളുടെയും പോസ്റ്റേഴ്സ് ഇതിനകത്ത് കണ്ടു. മാറ്റിനി, പോപ്കോൺ എവിടെ കിട്ടുമെന്നുള്ളത് പറഞ്ഞു തരണേ, ഞാൻ കണ്ടിട്ടില്ല. ജാനകി ജാന, സെക്കൻഡ്സ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന പടങ്ങളാണ്. ഈ ഒടുവിലിറങ്ങിയ ജാനകി ജാനെ അത്തരമൊരു സബ്ജക്റ്റ് ഇല്ലേ, അതെങ്ങനെയാണ്? എനിക്കിപ്പോഴും ടെൻഷനുണ്ട്. കാരണം അതിൻ്റെ തിരക്കഥ വരുമ്പോൾ, പിന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടും എനിക്ക് ഒപ്പീനിയൻസ് പല സ്ഥലങ്ങളിലും ഉണ്ട്. അത്തരമൊരു സബ്ജക്റ്റിനെ സിനിമയാക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ളൊരു പരിപാടിയാണ്. അല്ല, എല്ലാ സബ്ജക്റ്റും സിനിമയാക്കുക എന്നുള്ളത് പാടുള്ള പരിപാടി തന്നെയാണ്. കാരണം അത് ആളുകൾ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ടെൻഷൻ എല്ലാ റൈറ്റേഴ്സിനും ഉണ്ടാവും. അത് ആ റൈറ്ററിന്റെ കോൺഫിഡൻസോ അല്ലെങ്കിൽ ഡയറക്ടറിന്റെ കോൺഫിഡൻസിൽ മാത്രമാണ് ആ സിനിമ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് കൂടുതൽ പറയേണ്ടത് നമുക്ക് പുറത്ത് നിന്ന് സംസാരിക്കാൻ. നല്ല രസമുണ്ട് അവിടെ വിഷ്വൽ കാണാൻ. കാരണം എന്താ വെച്ചാൽ ഈ ബെഡ്റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പുറത്തുള്ള കാഴ്ചയാണ്. അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ജാനകി ജാനെ പോലൊരു സബ്ജക്ട് അത് സെലക്ട് ചെയ്ത് സിനിമയാക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അതെങ്ങനെയാ റിസ്ക് എടുത്തേ? അല്ല, എല്ലാ സിനിമയും റിസ്ക് തന്നെയാണ്. അല്ല, ഇത് ജാനകി ജാനെ ഞാൻ വേറൊരു സിനിമയാണ് പ്ലാൻ ചെയ്തത്, മധുരക്കിനാവ് എന്ന് പറഞ്ഞൊരു സിനിമ പ്ലാൻ ചെയ്തു. പിന്നെ അത് ആ കോവിഡ് സമയത്തൊക്കെ കൂടെ അത് കുറഞ്ഞു പോയി, ഏറ്റെടുത്ത് നടന്നത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും അങ്ങനെയൊക്കെ ഡിലേ വന്നപ്പോൾ എന്തായാലും നമുക്കൊരു സിനിമ ചെയ്യണമല്ലോ. അപ്പം അതിന്റെ ആലോചനയുടെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ആലോചിക്കും. അപ്പോൾ ആദ്യമായിട്ട് എഴുതിയത് മധുരക്കിനാവാണെങ്കിലും ഞാൻ ഷൂട്ട് ചെയ്ത പടം ജാനകി ജാനയുടെ. അപ്പം എനിക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല, കേൾക്കുന്ന ആളുകൾക്ക്. ഞാൻ ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്. അതായത് എനിക്ക് വിഷ്വലി ഞാനൊരു സീൻ എഴുതുമ്പോൾ പോലും അതെന്റെ തലയിൽ അതിന്റെ ബാക്ക് ലൈറ്റ് ഉൾപ്പെടെ എനിക്ക് സെറ്റാണ്. അതിന്റെ കളർ ടോൺ, അവര് ധരിക്കുന്ന കോസ്റ്റ്യൂം എല്ലാം എനിക്ക് അതെങ്ങനെയൊക്കെ വരും. അങ്ങനെ സ്വപ്നം കണ്ടതാണ് ഈ ജാനകി ജാനയിലെ ഒരു ക്യാരക്ടർ, ഒരു ലേഡി, ബാഗൊക്കെ ഉണ്ട്, 2 ബാഗൊക്കെ ഉണ്ട്. ആ ബാഗായിട്ട് റബ്ബർ തോട്ടത്തിലൂടെ പേടിച്ചിട്ട് ഓടുന്നതും അവരെ പാദസ്വരം പൊട്ടി വീഴുന്നതുമാണ് ഞാൻ ആകെ കണ്ടത്. അവിടെയാണ് ഞാനത് എഴുന്നേറ്റത്, എന്താണ് ഈ സംഭവം. അപ്പൊ അതിൽ നിന്നുണ്ടായതാണ് ജാനകി ജാന. ആ ലേഡിക്ക് ഞാൻ അപ്പൊ തന്നെ ഇട്ട പേരാണ് ജാനകി. ജാനകിയാണ് ഓടിയത്, പേടിയാണ് വിഷയം. ഈ പേടിന്റെ വിഷയം എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് ആലോചിച്ചപ്പോഴാണ് അഖില ആനന്ദന്റെ, സിംഗർ, എന്റെ സുഹൃത്താണ്. അപ്പൊ അഖിൽ അന്ന് എറണാകുളത്ത് വന്ന സമയത്ത് അനീഷ എവിടെയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനത് MG റോഡ് സൈഡ്, ഞാൻ ഇവിടെ ഉണ്ട്, എന്നൊരു കോഫി കഴിച്ചാലോ? ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുന്നു, സംസാരിക്കുന്നു. സംസാരിച്ചതിന് ശേഷം എന്താണ് പുതിയ പരിപാടി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അഖില ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടേ, ഒരു സ്ത്രീക്ക് ഒരു പേടിയുള്ളത്. അപ്പോൾ ഏതോ എനിക്കൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു, അതെന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അഖില കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അഖില പറഞ്ഞതാണ്, അങ്ങനെ സ്ത്രീകൾക്ക് പേടികൾ ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞു. അവിടുന്ന് തുടങ്ങിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ആ സ്ക്രിപ്റ്റ് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയതും. അതിലുള്ള ഇൻസിഡൻസ് എല്ലാം റിയൽ ആയിട്ട് നടന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ എഴുതി ചേർത്തിട്ടുള്ളത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഭർത്താവും സൈജോട്ടൻ ചെയ്യുന്നു. അല്ല, എല്ലാവരും അങ്ങനത്തെ ഒരു പോയിന്റിൽ ഇട്ടിട്ട് പോണ സമയത്ത് അവിടെ നിന്ന് കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഭാര്യയും കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് ഉണ്ണി എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അപ്പൊ ജാനകിയും ഉണ്ണീനും അങ്ങനെ ആക്കിയത് എന്താ വെച്ചാൽ ഭയങ്കര ഫെമിലിയർ ആണ് ആ 2 പേരും, എല്ലാവർക്കും അറിയുന്ന പേരാണ്. അപ്പൊ പെട്ടെന്ന് സിനിമ ഏതായാലും ജാനകി ജാന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കാരണം ആ പേരിന്റെ ഒരു ഫെമിലിയർ സ്വഭാവം കൂടിയുണ്ട്. അപ്പം അതാണ് ഉണ്ണിയും. അപ്പൊ ഉണ്ണീനെയും ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. ഉണ്ണിയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ആ അനാർക്കലിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഷറഫുദ്ദീനാണ് പറയുന്നത്. പക്ഷെ ആ ഇച്ചിരി പറയുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അനാർക്കലി എന്താണെന്നുള്ളത് വളരെ വൃത്തിയായിട്ട് മനസ്സിലായി. ഞാൻ ശരിക്കും ആ സിനിമയിൽ നന്നായിട്ട് ഇൻവോൾവ്ഡ് ആവുന്ന സ്പേസ് എന്ന് പറയുന്നത് ആ 2 പേരുടെയും ക്യാരക്ടർ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ കുറച്ച് സമയത്തേക്ക് നമ്മളിത് കാണുന്നത് ഓർക്കാതെ ഇരുന്ന് കാണില്ലേ,
ആ കഥ പറയുന്ന സമയത്തൊക്കെ നമ്മൾ വേറെ ലോകത്തായിരുന്നു. കാരണം നമ്മുടെ മനസ്സിനകത്ത് ആ സമയത്ത് ഒരു കഥ ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ കാണിച്ചില്ല, നിങ്ങൾ ആ പട്ടം പറത്തുന്ന ഒരു ഷോട്ട് കാണിക്കുന്നു, അതിനകത്ത് അതെ ഇങ്ങനെ പോകുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങളൊരു കഥ കാണുന്നുണ്ടായിരുന്നു. അത് ബ്രില്യൻസ് ആണ്. അത് നല്ല സാധനം. ആ അനാർക്കലിയുടെ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്നു. പിന്നെ അവളെ നമ്മൾ എപ്പോ കണ്ടാലും നമുക്ക് ഞാൻ ഇതാണല്ലേ അനാർക്കലിക്ക് അറിയില്ല, അവിടെ വോയിസ് ഓവർ ഇല്ലല്ലോ. ഞാൻ ആ ക്യാരക്ടർ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമ്മളെ സുഹൃത്താണ്. അപ്പം ഷറഫുദ്ദീന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ശരിക്കും ആ ബാക്ക് സ്റ്റോറി അതായിരുന്നില്ല, വേറൊരു ബാക്ക് സ്റ്റോറി ആയിരുന്നു. അപ്പൊ ഷറഫുദ്ദീൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് കിട്ടുന്ന സാധ്യതയുണ്ട്, ഇത് മോശം എന്നല്ല ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ അപ്പൊ ഞാൻ വോയിസ് ഓവർ അല്ലേ, അപ്പൊ അത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ഇമോഷൻ ഷൂട്ട് ചെയ്യണ്ട് ഷറഫ്, നിങ്ങൾക്ക് അത് പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞു. ഡബിങ്ങിലാണല്ലോ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇത് അതല്ല നിങ്ങൾക്ക് വരും പറഞ്ഞ ഡബിങ്ങിന്റെ തലേന്നാണ് ആ സ്റ്റോറി നമ്മൾ ഉണ്ടാക്കിയത്. ആ സ്റ്റോറി പറഞ്ഞ് ഷർഫില്ല, സ്റ്റോറി നമ്മൾ ട്രാക്ക് പറഞ്ഞിട്ടു, ഷർഫ് വരും. ഞാൻ പറയില്ലേ നിങ്ങൾക്ക് കിട്ടും, ഇതാണ് ആ സാധനം എന്ന് പറഞ്ഞു. അപ്പം അത് സംഭവിച്ചു പോയതുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഇമോഷണൽ കണ്ടന്റുകൾ നിരത്തി വെച്ചാൽ കുറച്ച് വെയിറ്റ് കൂടിയത് മേ ബി ഇത് തന്നെ ആയിരിക്കാം ഈ ഒരു. അതേപോലെ പിന്നെ അതിനകത്തൊരു വിമർശനം പറഞ്ഞതെന്ന് വെച്ചാല് ഈ പേടി മാറുന്ന ഒരു സംവിധാനം അത്ര കൺവിൻസ്ഡ് ആയി തോന്നിയില്ല എന്നുള്ളതായിരുന്നു ആ സമയത്തുള്ള സാധനം. കാരണം കുറച്ചുകൂടെ, പക്ഷെ അത് ഗൗരവമായി സമീപിക്കാത്തത് ആക്ച്വലി പടം ഭയങ്കര ഗൗരവത്തിലായി പോകുമെന്ന് വിചാരിച്ചിട്ടാണോ, പേടിച്ചിട്ടാണോ? അല്ല, പേടി അങ്ങനെ പൂർണ്ണമായിട്ട് മാറില്ല. പേടി വേണം, അതൊരു ബേസിക് ഇമോഷനാണ് പേടി എന്നുള്ളത്. അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്നവന്റെ മാലയൊക്കെ പൊട്ടിച്ചിട്ട് ആൾക്കാർ ഓടാൻ തുടങ്ങൂലേ? ഒരു പേടി എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണല്ലോ ആ പണി എടുക്കാത്തത്. അപ്പൊ പേടി പൂർണ്ണമായിട്ട് മാറില്ല, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ അവിടെ പറഞ്ഞു തീർത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ക്ലൈമാക്സിൽ കോട്ടയം നിശ്ചയിലൊക്കെ സംസാരിക്കുമ്പോൾ നവ്യ പോയിട്ട് നേരെ നിൽക്കുന്നേ ഉള്ളൂ, വേണമെങ്കിൽ കയറി അടിക്കാം. അത്രയും മോശമായിട്ടാണ് ആളുടെ വേദിയിലും സംസാരിക്കുന്നത്. ഒരു പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയുന്ന സാധനത്തിന്റെ വേറൊരു ഷെയ്ഡ് അവിടെ കാണിച്ചു. നേരെ നിന്ന് നോക്കിയപ്പോൾ ഈ പറയാൻ വന്നവന്റെ നാക്ക് പോലും താഴേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാ. നോട്ടത്തിൽ നിർത്താൻ പറ്റും. അതായത് പേടിയെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചു ജാനകി എന്നുള്ളത് മാത്രമാണ് ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എനിക്കിനി പേടിയില്ല, ഇരുട്ട് തന്നെ തുറന്നു വിട്ടോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ആർക്കും പറ്റില്ല. സെറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പേടി ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് പോയാൽ അത് അപകടമാണ്. അത് പേടി മാത്രമല്ല, എല്ലാ ഇമോഷനും. ചിരിയാണെങ്കിൽ കൂടെ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ അവന് വട്ടാണോ ചോദിക്കില്ല. അതുപോലെ എല്ലാ ഇമോഷനും അതിന്റെ ഒരു ലെവലിന് ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള എഴുത്ത് തന്നെയായിരുന്നു. എനിക്കൊന്ന് 2 വർഷത്തോളം സമയം എടുത്തു അതിന്റെ ഒരു പൊളിച്ചെഴുത്തൊക്കെ കഴിഞ്ഞ് ഒരു അവസാന ഘട്ടത്തിലേക്ക് ഇറക്കാൻ. ഈ പോപ്കോൺ ശരിക്കും ഫ്ലവേഴ്സിനാണല്ലേ കൊടുത്തത്? അതെ, അതൊരു പേപ്പർ വ്യൂ പോലത്തെ ഒരു പരിപാടിയിൽ നേരത്തെ കൊടുത്തതാണ്. അവരാണ് അത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് കാണിക്കുമ്പോഴേ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഫൺ മൂവിയാണ് അത്. നമ്മുടെ ഈ സിനിമ ജാനകി ജാനെ ഷൂട്ടിംഗ് കഴിയുന്ന സമയത്ത് ഒരാൾ എന്നെ വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് ചേട്ടാ സിനിമയുടെ കഥയൊന്നും പറയുക ചോദിച്ചാൽ, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ കഥയാണോ ചോദിക്കണേ? അപ്പൊ ഇയാൾ കുറച്ച് വിഷമത്തിലാണ്. എന്തോ പറ്റി അല്ലേട്ടാ, ഞാൻ എഴുതിയ കഥയും ചേട്ടൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥയും ഓൾമോസ്റ്റ് സെയിം ആണോ, ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾ കഥ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ കഥ പറയുന്നത്. അയാൾ കഥ പറഞ്ഞത് ജാനകിയുടെ ഒരു മെയിൽ വെർഷനാണ്. അയാൾ ഓൾറെഡി അഡ്വാൻസ് മേടിച്ച സിനിമ തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് ഞാൻ 2-3 വർഷം കൊണ്ട് ഈ കഥ തീർത്ത് വരുന്നത്. അപ്പൊ ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റുമുണ്ട്. അയാൾക്കത് വിഷമമായി, പക്ഷെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. സെയിം ഈ ബാത്റൂമിൽ കാവൽ നിൽക്കുന്നത് ഇപ്പൊ ഇതില് ജാനകിയുടെ അമ്മയാണെങ്കിൽ അതിൽ ആ നായകന്റെ പെങ്ങളാണ് നിൽക്കുന്നത് ബാത്റൂമിന്റെ കാവൽ. അപ്പൊ അങ്ങനെ കുറെ സിമിലാരിറ്റീസ് കുറെ ഉണ്ടായിട്ട്. അപ്പൊ നമുക്ക് എന്തോ കുടിക്കാനുള്ള പദ്ധതി ഉണ്ട് കേട്ടോ. എല്ലാം റെഡിയാണ് അവിടെ. നിങ്ങൾക്കുള്ളതും ഉണ്ട് കേട്ടോ അതിനകത്ത്. അനീഷ് കുറച്ചൊക്കെ പാടും അല്ലേ? അല്ല, എനിക്ക് നിങ്ങളോട് ഈ പാട്ട് പാടുന്നതും കീബോർഡ് വായിക്കുന്നതൊക്കെ പറയാൻ ശരിക്കും പേടിയാണ്. കാരണം ഇതൊക്കെ മര്യാദയ്ക്ക് അറിയുന്ന ആൾക്കാർ ഇന്റർവ്യൂ എടുക്കുന്ന ആളാണ് നിങ്ങള്. തന്നെ ആ ഇന്റർവ്യൂ അയാൾ ആരോന്നൊക്കെ ഈ വലിയ ഹരികൻ സാറോ അല്ലെ ശരത് സാറൊക്കെ ചോദിച്ചാൽ നാളെ അവരുടെ തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയും. നമ്മളൊരു പാട്ട് പാടാൻ വേണ്ടി വിളിക്കാൻ. ശരത് സാറിന് ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ശരത് സാറിന്റെ പാട്ടുകൾ ഇപ്പോൾ റിയാലിറ്റി ഷോയിലൊക്കെ ഇരുന്ന് പാടുന്നത്, ആ പാടുന്ന കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കും. ചെറിയൊരു കഷ്ണമൊക്കെ പാടുള്ളൂ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമായിട്ടാണല്ലോ ആ ശബ്ദം. പിന്നെ അദ്ദേഹം ചെയ്ത പാട്ടുകളെല്ലാം എല്ലാ പടവും ഭയങ്കര വർക്കായ പടങ്ങൾ അല്ലെങ്കിൽ പോലും, പക്ഷെ അതിന്റെ പിന്നാമ്പുറ വിശേഷങ്ങൾ അറിയാൻ എന്നെപ്പോലെ ഒരുപാട് മലയാളികൾ സംഗീതം ഇഷ്ടപ്പെടുന്ന ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത് രജനീഷ് ഭായി ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ്. കാരണം
അത് പ്രൊമോഷൻ പ്രൊമോഷൻ അല്ല, കാരണം ഇതൊക്കെ എങ്ങനെ ഉണ്ടായത് എന്ന് ശിവമണിയാണ് അതിന് വായിച്ചത്. രാജു സാറിന്റെ മാലയത്തിൽ വായിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ അത് അന്ന് വൈകുന്നേരം തന്നെ കേൾപ്പിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞപ്പോഴേ അത് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ത്രില്ല് അടിപ്പിച്ചത്. ഞാൻ റിപ്പീറ്റ് കണ്ട ഇന്റർവ്യൂ ഇതാണ് ചെയ്തത്. ഇതിവിടെ പറഞ്ഞതിന് വേറെ താങ്ക്സ്. എഡിറ്റേഴ്സ് ഇത് എഡിറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ടാവും.